Hello viewers, this is Dr. Farzana, consultant dermatologist at Face Advanced Center, Kazhakottam. ഡാൻഡ്രഫ് അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്താണെന്ന് നോക്കാം. ഈ തണുപ്പ് കാലത്ത് കൂടുതലായും കണ്ടുവരുന്നതിലൊന്നാണ് ഡാൻഡ്രഫ് അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഓയിലി ഏരിയാസ് ആയ സ്കാൽപ്പ്, ഐബ്രോസ്, ബിയർഡ്, ചെസ്റ്റിൽ കാണപ്പെടുന്ന ഗ്രീസി യെല്ലോയിഷ് സ്കെയിൽസ് അല്ലെങ്കിൽ ഫൈൻ പൗഡേർഡ് സ്കെയിൽസ് ആണ് ഡാൻഡ്രഫ്. സ്കെയിൽസ് രണ്ട് തരത്തിലുണ്ട്. ഫൈൻ ആയിട്ടുള്ള പൗഡർ ടൈപ്പ് സ്കെയിൽസും ഉണ്ട്, ഓൾസോ ഷീറ്റ് പോലുള്ള യെല്ലോ കളർ സ്കെയിൽസും ഉണ്ട്. എന്തുകൊണ്ട് ഇത് കൂടുന്നു? ഇമ്പോർട്ടൻറ്റ് റീസൺ ഇസ് ഓവർ ഗ്രോത്ത് ഓഫ് മലസേസിയ. മലസേസിയ എന്നത് നമ്മുടെ സ്കാൽപ്പിൽ നോർമലായി കണ്ടുവരുന്ന ഒരു ഈസ്റ്റ് ആണ്. ചിലരുടെ സ്കാൽപ്പിൽ ഇത് അളവിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായേക്കാം. ദാറ്റ് കൻ കോസ് ഡാൻഡ്രഫ്. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കൊടുക്കുന്നത്. അതായത് കീറ്റോകോണസോൾ 2% ഷാമ്പു വർക്ക്സ് വെരി വെൽ ഫോർ പീപ്പിൾ വിത്ത് മലസേസിയ ഓവർ ഗ്രോത്ത്. അടുത്ത കാരണം ഡ്രൈ സ്കാൽപ്പാണ്. ഇവിടെ ഫൈൻ പൗഡർ പോലുള്ള സ്കെയിൽസ് ആണ് കാണുന്നത്. നെക്സ്റ്റ് റീസൺ ഇസ് ഇൻഫ്രീക്വൻറ്റ് ഷാമ്പൂയിങ്. അതായത് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഷാമ്പു ചെയ്യുന്നവർക്കാണ് ഡാൻഡ്രഫ് കൂടുതലായി കാണുന്നത്. അസോസിയേറ്റഡ് വിത്ത് അതർ സ്കിൻ കണ്ടീഷൻസ്, അതായത് സ്കാൽപ്പ് സോറിയാസിസ് അല്ലെങ്കിൽ ഹെയർ ഡയോടുള്ള അലർജി, ഇതൊക്കെ ഡാൻഡ്രഫ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് കോസസ് അവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് ഡീഹൈഡ്രേഷൻ, തണുത്ത കാലാവസ്ഥ, പൊല്യൂഷൻ എന്നിവയാണ്. ഡാൻഡ്രഫ് ഒരിക്കലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഡാൻഡ്രഫ് കൂടി നിൽക്കുന്ന സമയത്ത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉപയോഗിക്കാം. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു എന്ന് പറയുമ്പോൾ കീറ്റോകോണസോൾ 2%, സെലീനിയം സൾഫൈഡ്, സിങ്ക് പൈറത്യോൺ ഈ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നമുക്ക് മാക്സിമം ഒരു 6 അല്ലെങ്കിൽ 8 വീക്സ് വരെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവന്ന് നോർമൽ ഷാമ്പൂയിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇതിനാണ് ഷാമ്പൂ സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഡാൻഡ്രഫിന് ഹോം റെമഡീസ് ഉണ്ടോ എന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഡെഫിനറ്റ്ലി ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡാൻഡ്രഫ് നമുക്ക് ഹോം റെമഡീസ് ട്രൈ ചെയ്യാവുന്നതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ടീ ട്രീ ഓയിൽ. അതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ 1 or 2 drops ഓഫ് ടീ ട്രീ ഓയിൽ യു ആഡ് ഇൻ യുവർ ഷാമ്പൂ ആൻഡ് റിൻസ് ഇറ്റ്. സെക്കൻഡ് തിങ് ഇസ് കോക്കനട്ട് ഓയിൽ വിത്ത് ലെമൺ ജ്യൂസ്. അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. Always remember, these home remedies help only in the initial stages of dandruff. Home remedies യൂസ് ചെയ്തിട്ടും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കൺസൾട്ട് യുവർ ഡെർമറ്റോളജിസ്റ്റ്. ഒരു ഹെൽത്തി സ്കാൽപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഷാമ്പൂ ചെയ്യണം. ഹെയർ ഫോൾ ഉള്ളവർക്ക് ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു യൂസ് ചെയ്യാം. ഡാൻഡ്രഫ് ഉള്ളവർക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യാം. ഇതൊന്നുമില്ലാതെ നോർമൽ സ്കാൽപ്പ് ആണെങ്കിൽ യു ക്യാൻ ഈവൻ ചൂസ് എ ബേബി ഷാമ്പു ഓൾസോ. ബട്ട് വീക്ക്ലി ട്വൈസ് സ്കാൽപ്പ് വാഷിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.